CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. സഹിൻ ആന്റണിയുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. സഹിൻ, അങ്ങനെ നീണ്ട 8 മണിക്കൂറുകളോളം ശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. വീണ പുറത്തു വന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? 7 മണിക്കൂറും 30 മിനിറ്റും നേരമാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ യൂണിറ്റ് നമ്പർ 4 ആണ് വീണ ടിയെ ചോദ്യം ചെയ്തത്. നേരത്തെ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL കമ്പനി ഉടമയുടെ മക്കളെയും ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. CMRL എക്സാലോജിക് പണമിടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലായിരുന്നു പുരോഗമിച്ചത്. 2,73,00,000 രൂപ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് CMRL നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ഈ പണത്തിന് പകരം എന്തു സേവനമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ ശ്രമിച്ചതും. മാത്രമല്ല, ഈ 2,73,00,000 രൂപ വാങ്ങിയിട്ട് പകരം IT സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ വീണ നൽകിയിരുന്ന മൊഴി. കൂടാതെ CMRL കമ്പനി ഉടമകളും അത്തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ SFIO അടക്കമുള്ള ഏജൻസികൾക്ക് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ ആദായ നികുതി വകുപ്പിലും അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലായിരുന്നു. ഇതേ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്തതും വീണ ടി അടക്കമുള്ള ആളുകൾക്ക് സമൻസ് അയച്ചതും. എന്നാലും വീണ ടി സമൻസ് കൈപ്പറ്റുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും ചെയ്തു. 2 ആഴ്ചത്തെ സമയവും വീണ ആവശ്യപ്പെട്ടു. എന്നാൽ 2 ആഴ്ചത്തെ സമയം നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായില്ല. പകരം 3 ദിവസത്തെ സമയം മാത്രമാണ് അവർക്ക് നൽകിയത്. ബുധനാഴ്ച അവരോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10:25 വീണ എറണാകുളം കടവന്ത്രയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരായി. തുടർന്ന് അവരെ 12 മണിയോടുകൂടി മാത്രമാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. 12 മണിയോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർക്ക് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഫോമാണ് നൽകിയത്. അതിൽ വീണ ടിയുടെയും പങ്കാളിയുടെയും സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും ഒപ്പം തന്നെ അവർക്കുള്ള വാഹനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം കൈമാറേണ്ടതുണ്ടായിരുന്നു. തുടർന്ന് 1 മണിയോടുകൂടിയാണ് യൂണിറ്റ് നമ്പറിലെ 4ലേക്ക് വീണ ടിയെ വിളിച്ചു വരുത്തുന്നത്. അഭിഭാഷകയുടെ സഹായം തനിക്ക് വേണമെന്ന് വീണ ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും പ്രാഥമികമായി അഭിഭാഷകയുടെ സഹായം ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ളത്. CMRL സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.